ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. RLM 5, HAMS 3 എന്നുള്ളതാണ്. NDAയുടെ 103-ൽ 26 സീറ്റുകൾ ഗെയിനാണ്. കഴിഞ്ഞ തവണ തോറ്റ സ്ഥലങ്ങളിൽ 26 അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് പ്രത്യേകത. NDA 103, ഇന്ത്യ സഖ്യം 55. മഞ്ജുഷ, നമുക്ക് കഴിഞ്ഞ തവണ ഏതൊക്കെ മേഖലയിലാണ് പ്രധാനമായും ഈ കഴിഞ്ഞ തവണത്തെ ഇത്തവണത്തെ വ്യത്യാസം എന്ന് കൂടി ഒന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ഇങ്ങനെയാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ ഭോജ്പൂരിലും മഗധിലും, ഈ രണ്ട് സ്ഥലത്തിലാണ് ഏറ്റവും പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന് ലീഡ് നേടാൻ കഴിഞ്ഞത്. അത് ഈ മേഖലയാണ് വരുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യം 93 സീറ്റുകളുള്ളതിൽ 64 സീറ്റുകളിലും കഴിഞ്ഞ തവണ മുന്നേറിയിരുന്നത് ഇന്ത്യ സഖ്യമാണ്. NDAക്ക് 28 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായത്. ഏറ്റവും വലിയ മുന്നേറ്റം ഈ മേഖലയിൽ നിന്നാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ആ മേഖലയിൽ ഇത്തവണ എങ്ങനെയാണ് ഇതുവരെയുള്ള ഫലസൂചനകൾ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ഇത്തവണത്തെ ഫലസൂചനകൾ ദാണ്ട് ഇങ്ങനെയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു വലിയ ലീഡ് ഇത്തവണ അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നതുകൂടി കാണണം. NDA സഖ്യത്തിന് 36 സീറ്റുകൾ, ഇന്ത്യ സഖ്യത്തിന് 25. കഴിഞ്ഞ തവണ ഇതിൻ്റെ ഇരട്ടിയിലേറെ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയ മേഖലയാണ് എന്നതുകൂടി ആലോചിക്കണം. ഈ ഭോജ്പൂർ മഗധ് മേഖലയാണ് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് RJDയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ. ആ ശക്തി കേന്ദ്രങ്ങളിലാണ് RJDക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ അവിടെ വല്ലാതെ പിന്നിൽ പോയിരിക്കുന്നു. ഇന്ത്യ സഖ്യം RJDയും പിന്നിൽ പോയിരിക്കുന്നു. അതോടെ RJDക്ക് 25 സീറ്റുകളുടെ നഷ്ടമാണ്.